ഡിസൈൻ ചെയ്യുമ്പോഴോ സ്റ്റിച്ച് ചെയ്യുമ്പോഴോ പകുതിയിൽ കൂടുതൽ ആളുകളുടെയും വിചാരം ഇത് വളരെ സിമ്പിൾ അല്ലേ ഈ പരിപാടി എന്നാണ്. ഇത് ചെയ്യാൻ ബുദ്ധിയുടെയോ പഠിപ്പിന്റെയോ ഒരു ആവശ്യമില്ലെന്നൊക്കെയാണ്. നമുക്കല്ലേ അറിയുള്ളൂ മാത്സ് വിട്ടിട്ട് ഒരു കളിയും ഇതിൽ നടക്കില്ലെന്ന്. അതിലൊരു കണക്ക് തെറ്റിയാൽ മതി എല്ലാം കുളമാകാൻ. 18 പാനൽ കട്ട് വരുന്നൊരു സ്കേർട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ റഫായിട്ടൊരു ഡ്രോയിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന വേസ്റ്റിനെ നമുക്ക് എത്ര പാനൽ കട്ടാണോ വരുന്നത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടത്. എനിക്കിവിടെ കിട്ടിയിട്ടുള്ള വേസ്റ്റ് 31 ആണ്. 31നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയത് 1.72 ആണ്. അതിലൂടെ ഒരു ഹാഫ് ഇഞ്ച് കൂടി ആഡ് ചെയ്യാം. താഴത്തെ ഞാൻ 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെ ഇത് കട്ട് ചെയ്യാമെന്ന് നമുക്ക് ഇനി ആദ്യം നമ്മൾ 18 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിടുക. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 1.72 ആയിരുന്നു. അതിൽക്കൂടെ ഹാഫ് ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 2 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. താഴത്ത് 10 ഇഞ്ചും എടുത്തിരിക്കുന്നു. ഇതിൻ്റെ രണ്ട് പോർഷനും ലെഫ്റ്റും റൈറ്റും നമുക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് ഏകദേശം ഇതുപോലെയാണ് വരിക. ഫ്രണ്ടിൽ 9 പാനലും ബാക്കിൽ 9 പാനലും ടോട്ടൽ 18 പാനലാണ് വരിക. 80 പാനലും സ്റ്റിച്ച് ചെയ്ത ഇതുപോലെ നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിനൊരു ബാൻഡും അതുപോലെ എൻഡിലും സ്റ്റിച്ച് ചെയ്യാനുണ്ട്. എൻ്റെ 2 ദിവസത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ ഒരു മിനിറ്റിൽ കാണുന്ന വീഡിയോ. ഡ്രസ്സിൻ്റെ പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.